ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലുള്ള സുൽത്താൻ ഇബ്രാഹിമിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ്. ഈ കൊട്ടാരത്തിൻ്റെ മുൻപിൽ നിന്ന് നോക്കുമ്പോൾ ഈ മലേഷ്യ ടൗണിൻ്റെ ആ വലിയൊരു ടവർ അവിടെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ബുർജ് ഖലീഫ കഴിഞ്ഞാൽ പിന്നെ ഉള്ള ടവറാണ് ഈ കാണുന്നത്. ഈ കൊട്ടാരത്തിൽ ഇന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ, രാവിലെ സമയം ആയതുകൊണ്ടായിരിക്കാം, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇസ്റ്റാന നെഗാര. ഇസ്റ്റാന നെഗാര എന്ന് പറയുന്ന ഒരു പാലസാണിത്. അതായത് സുൽത്താൻ ഇബ്രാഹിമിൻ്റെ ഈ പാലസിൻ്റെ പേര് ഇസ്റ്റാന നഗാര എന്നാണ്. ഈ കൊട്ടാരത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള കവാടത്തിൽ ഒരു സോൾജർ കുതിരയുടെ മുകളിൽ ഒരു പടയാളി ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇത് 24 അവേഴ്സും ഇവിടെ ഈ പടയാളി, 2 കവാടത്തിൽ ഓരോ പടയാളികൾ വീതം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവർ വളരെ ഇവിടെ റെഡ് റിബണെല്ലാം വെച്ച് ഈ കൊട്ടാരത്തിനകത്തേക്ക് ആരും പ്രവേശിക്കാതെ ഇവിടെ വളരെ കർശനമായ ഉപാധികളോടെയാണ് ഇവിടെ എൻട്രൻസ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയത്തിനകത്തുള്ള ആ കൊട്ടാരത്തിന് സാദൃശ്യമായ ഒരു കൊട്ടാരം തന്നെയാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അവിടെ കാണാം താഴികക്കുടത്തോടു കൂടി ഉള്ള ഒരു പാലസ്. എന്തുകൊണ്ടും വളരെ മനോഹാരിത നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണത്. നമ്മുടെ ഹിൽ പാലസിൽ വന്നു കഴിഞ്ഞാലും ഇതുപോലെ പൂന്തോട്ടങ്ങളും ഫൗണ്ടെയിനും കാര്യങ്ങളുമെല്ലാം അവിടെയുമുണ്ടല്ലോ. എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത് നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ അതേ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ഇടം പോലെ തന്നെയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മുട്ടക്കുന്നുകളും നല്ല ഹരിതാപകരമായ ഒരു അന്തരീക്ഷവുമാണ്. അത് നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണല്ലോ. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ പോകുന്നതിന് മുമ്പ് എല്ലാ രാജ്യങ്ങളുടെയും നാട്ടുരാജാക്കന്മാർ ഇതേ ഒരു ശൈലിയാണ് ആവർത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും ആ കുതിരയിൽ ആ പടയാളി മുമ്പോട്ടും പുറകോട്ടുമെല്ലാം വരുന്നുണ്ട്. വിസിറ്റേഴ്സിന് കൂടുതൽ സൗകര്യപ്രദമാകുന്ന രീതിയിൽ അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആ പട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം അവർ കാണിക്കുന്നുണ്ട്. കുതിരപ്പുറത്ത് തന്നെയാണ് ആ പടയാളി ഇപ്പോഴും ഇരിക്കുന്നത്. വളരെ എനർജറ്റിക്കായിട്ടാണ് ഇവരെല്ലാവരും ഇവിടെ പരിപാലിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. എന്തുകൊണ്ടും ഈ പ്രദേശം കാണുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജോൺസൺ ഹിൽ പാലസ്.